നമ്മുടെ വിദ്യാർത്ഥികളിൽ സ്വയം പഠിക്കുകയും, സ്വയം എഴുതുകയും, സ്വയം വായിക്കുകയും, സ്വയം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ലേണേഴ്സ്, സ്വതന്ത്ര പഠിതാക്കളെ എങ്ങനെ രൂപപ്പെടുത്താം? ഒരു അധ്യാപകന്റെ വലിയൊരു സ്വപ്നമാണത്. അധ്യാപകർക്ക് എങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികളെ ഈ രീതിയിലാക്കിയെടുക്കാം? നമ്മൾ ചെയ്യേണ്ടത് വിദ്യാർത്ഥികളെ ലൈഫ് സ്കിൽ ത്രൂ പഠിപ്പിച്ച് ശീലിക്കുക. എപ്പോഴും പഠനം കേവലം ഡാറ്റ ത്രൂ പഠിപ്പിക്കുന്നതിന് പകരം, കുറെ ഇൻഫർമേഷനുകൾ നൽകുന്നതിന് പകരം, അതിലപ്പുറം ചെയ്ത് പഠിക്കുകയും വിലയിരുത്തി പഠിക്കുകയും ചെയ്ത് സ്കില്ലുകൾ നേടി അതിലൂടെ കുട്ടികൾ പഠിക്കട്ടെ. ഉദാഹരണത്തിന് അക്ഷരങ്ങൾ തിരിച്ചറിയുന്ന, അതുപോലെ ശേഷം അക്ഷരങ്ങൾ വായിക്കുന്ന ഈ ഘട്ടങ്ങളുണ്ട്. അഥവാ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റിൽ ഒരു ലെവൽ ഓഫ് ഇന്റർവെൻഷൻ ടൂൾ എന്ന പേരിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. ആ ചാപ്റ്റർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിയാണ് ഈ സ്കില്ലുകളിലൂടെ മാത്രം കുട്ടികൾ പഠിക്കട്ടെ. അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്വയം എഴുതാനും സ്വയം വായിക്കാനുള്ള സ്കില്ലുകൾ ധാരാളമായി രൂപപ്പെടുന്നത് കാണാം. അവസരങ്ങൾ നൽകുക. ആ അവസരങ്ങളിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളിൽ അവരെ പ്രശംസിക്കുക. ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ പ്രദർശിപ്പിക്കാൻ നിരന്തരം അവസരങ്ങൾ നൽകുക. കൂടുതൽ കഴിവുള്ള വിഷയങ്ങൾ കൂടുതൽ ചെയ്യാൻ അവസരം നൽകുക. ചെയ്ത കാര്യങ്ങളെ നിരന്തരം അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. വലിയ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് സ്പ്ലിറ്റ് ചെയ്ത് ഭാഗങ്ങളാക്കി അത് ചെയ്യാൻ അവസരം കൊടുക്കുകയും അതിലെ ഓരോ ചെറിയ പാർട്ടുകൾ ചെയ്യുമ്പോഴും തത്സമയം അവരെ പ്രചോദിപ്പിക്കുക, അവർക്ക് സന്തോഷം നൽകുക, അവരെ അംഗീകരിക്കുക. അവരെ അംഗീകരിക്കുക. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ രീതിയിൽ മക്കളെ വളർത്തിയാൽ, നിരന്തരം അവസരങ്ങൾ നൽകി അവരെ വളർത്തിയാൽ, ഒഴിവ് കിട്ടുമ്പോഴെല്ലാം അവർ പഠനത്തിൻ്റെ വക്താക്കളാകുന്നത് കാണാം. അവരെ ഓരോ ഗുണങ്ങളെയും നിരന്തരം അംഗീകരിച്ചു കൊണ്ടിരിക്കുക. ഓരോ ഗുണങ്ങൾക്കും നിരന്തരം ചെറിയ ചെറിയ ഗുണങ്ങൾക്ക് പോലും സ്പെസിഫൈഡായി അംഗീകാരം നൽകുക. ഓരോ ചെറിയ കാര്യങ്ങൾക്കും ആ കാര്യത്തിന് അംഗീകാരം നൽകുക. ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു ദിവസം നാം ലീവ് കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ നല്ലൊരു കവിത എഴുതി വന്നിരിക്കുന്നു. അപ്പോൾ ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുകയാണ്. എന്തിനാണ് സമ്മാനം കൊടുക്കുന്നത്? ഇവൻ നല്ല കുട്ടിയായതിൻ്റെ പേരിൽ. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഗുണം ചെയ്യും. ഈ കുട്ടി ഇന്ന് ഒരു കവിത എഴുതി വന്നിരിക്കുന്നു. അതിൻ്റെ പേരിൽ ഞാൻ ഈ കുട്ടിക്ക് ഒരു പേന നൽകുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു സ്പെഷ്യൽ ഷെയ്ക്ക് ഹാൻഡ് നൽകുകയാണ്. ഇങ്ങനെ ഓരോ നേട്ടത്തെയും സ്പെസിഫൈഡായി അംഗീകരിച്ച് അതിന് റിവാർഡുകൾ നൽകുന്ന ഒരു സിസ്റ്റം, അത് ഏറെ നമ്മുടെ മക്കളെ വളർത്തും. അങ്ങനെയാകുമ്പോൾ അവർ സ്വയം എഴുതുന്ന, സ്വയം വായിക്കുന്ന, സ്വയം പ്രസംഗിക്കുന്ന, സ്വയം പരിശീലിക്കുന്ന മക്കളായി വളരുന്നത് കാണാം. അവർക്ക് പിന്നിൽ ഒരു സപ്പോർട്ടീവ് പേഴ്സണായി നിൽക്കാൻ മാത്രമേ നാം പരിശീലിക്കേണ്ടതുള്ളൂ. അപ്പോഴേക്ക് അവർ പറക്കുന്നത് കാണാം. അത് കണ്ട് ആസ്വദിക്കാൻ നമുക്ക് കഴിയും. അധ്യാപകർ നേടിയെടുക്കേണ്ട പരിശീലനത്തിലൂടെയുള്ള ഒരു നേട്ടമാണ് ഇത്. ഹാപ്പി സോണിൻ്റെ മുദരിസുമാർക്കുള്ള ട്രെയിനിങ്ങുകളിലൂടെയും മുദരിസ് അക്കാദമിയിലൂടെയും നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ അവസരമുണ്ട്. മർഹബൻ ബിക്കും.